അവളാണ്. അനിയത്തിയല്ല, എനിക്കെപ്പോഴും കൂട്ടം. എൻ്റെ 5 വയസ്സിൻ്റെ ഇളയത് ആണെങ്കിലും ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആകെ എന്തോന്നാണ്, ആകെ ഒറ്റപ്പെട്ട് പോയതുപോലെ ഒരു അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എല്ലാത്തിനും നടന്നിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ആളും എല്ലാവരും പോയി കഴിഞ്ഞാണ് കേട്ടോ കരഞ്ഞത്. അതും കരച്ചിൽ നടത്തിയായിരുന്നു. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഫ്രണ്ട്സായിട്ട് ആരുമില്ല കേട്ടോ. എല്ലാ കാര്യത്തിനും ഇവിടെ തന്നെയാണ് കൂടെ വരുന്നതും പോകുന്നതും എല്ലാം അവളാണ്. അപ്പോഴത്തേക്ക് പോകുന്നതിൽ സന്തോഷമെന്ന് വെച്ചാൽ അവളെ ജോബിനാണ് പോകണ സന്തോഷമുണ്ട്. എന്നാലും ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. ഇനി ഞാൻ ആരെടുത്ത് വഴക്കിടും മല്ലയ്യ, അതൊക്കെയുണ്ട് സങ്കടം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാമ ആശ്വസിപ്പിക്കുന്നുണ്ട് മിഴിക്കുട്ടീനെ. കൂടെ ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയത്തില്ലല്ലോ. എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുമ്പോഴല്ലേ അതിൻ്റെയൊക്കെ നമുക്ക് സങ്കടവും ഇതൊക്കെ മനസ്സിലാവുക. അങ്ങനെ അവളെ ടാറ്റയൊക്കെ പറഞ്ഞ് മോങ്ങി കരഞ്ഞ് പോയി. അവിടെ ചെന്ന് സെറ്റിലായി വിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നന്നായി സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോഗ്രാഫറെ എല്ലാവരും പോയി കഴിഞ്ഞാണ് കേട്ടോ കരുന്നത്. വണ്ടി അങ്ങോട്ട് ഇളകി അങ്ങ് മറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പുള്ളിക്ക് സങ്കടം വന്നത് കേട്ടോ. അത്രയും നേരം ഞങ്ങളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഉള്ളിൽ ഇത്രയും സങ്കടം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ പിന്നെ ഓക്കേ.